പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ചുട്ട മറുപടി നൽകിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഹൽഗാമിൽ മതം ചോദിച്ച് നിഷ്കളങ്കരെ വകവരുത്തിയവരെ നേരിടാൻ ഇന്ത്യൻ സേനയ്ക്ക് സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയെന്നും മോദി പറഞ്ഞു. 79ാം സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മോദി. തുടർച്ചയായ 12ാമത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. 103 മിനിറ്റ് നീണ്ടുനിന്ന പ്രസംഗം പ്രധാനമന്ത്രി ഇതുവരെ സ്വാതന്ത്ര്യദിനത്തിൽ നടത്തിയ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗമാണ്. പാകിസ്ഥാന്റെ ആണവ ഭീഷണി ഇന്ത്യയോട് വേണ്ടെന്ന് ആവർത്തിച്ച മോദി, സിന്ധു നദീ ജലകരാറിൽ പുനരാലോചനയില്ലെന്നും രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ലെന്നും ഓർമ്മിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഇന്ത്യയുടെ രോഷത്തിന്റെ പ്രകടനമാണെന്നും പ്രതികാരത്തിനുള്ള സമയവും സ്ഥലവും തീരുമാനിച്ച സൈന്യം സങ്കൽപ്പിക്കാനാവാത്ത കാര്യമാണ് രാജ്യത്തിനായി ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. ആത്മനിർഭർ ഭാരത് എന്താണെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തെളിയിച്ചു. രാജ്യം സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞു. ഏത് ഭീഷണിയും നേരിടാൻ രാജ്യം തയ്യാറാണ്. ഇന്ത്യയുടെ ആയുധബലം ശത്രുവിനെ അമ്പരപ്പിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആത്മനിർഭർ ഭാരതാണ് ഇന്ത്യയുടെ വഴിയെന്ന് ആവർത്തിച്ച മോദി, ഡോളറിനെയും പൗണ്ടിനെയും ആശ്രയിക്കേണ്ടെന്ന് പറഞ്ഞ് യുഎസിന്റെ തീരുവ ഭീഷണിയെ പരോക്ഷമായും വിമർശിച്ചു. സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ ഏറെ മുന്നേറിയെന്നും വൈകാതെ ഇന്ത്യയിൽ നിർമ്മിച്ച ചിപ്പുകൾ വിപണിയിൽ നിറയുമെന്നും പറഞ്ഞു. ഇന്ത്യയിൽ തന്നെ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യം. ഇന്ത്യയുടെ ഭാവി പുനർനിർമ്മിക്കേണ്ടതുണ്ട്. ഇത് വിവരസാങ്കേതിക വിദ്യയുടെ യുഗമാണ്. നമുക്ക് സ്വന്തമായി ഒരു AI ആവാസ വ്യവസ്ഥ വേണമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇന്ത്യ ലോകവിപണിയെ ഭരിക്കണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. യുവാക്കൾക്കുള്ള 1 ലക്ഷം കോടി തൊഴിൽ പദ്ധതിയും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ആശയങ്ങളുമായി യുവാക്കൾ കടന്നുവരണം. കർഷക വിരുദ്ധ നിയമങ്ങൾ വച്ചുപൊറുപ്പിക്കില്ലെന്ന് പറഞ്ഞ മോദി, സർക്കാർ എന്നും കർഷകർക്കൊപ്പമാണെന്നും ചൂണ്ടിക്കാട്ടി. RSSന്റെ 100 വർഷ സേവനങ്ങളെ പുകഴ്ത്തിയ മോദി, RSS ലോകത്തിലെ ഏറ്റവും വലിയ NGO ആണെന്നും പറഞ്ഞു. ഭരണഘടനയാണ് രാജ്യത്തിന്റെ വഴികാട്ടിയെന്ന് ഓർമ്മിപ്പിച്ച് ഭരണഘടനാ ശില്പികൾക്ക് ആദരമർപ്പിച്ച മോദി, ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത ധീര ജവാന്മാർക്ക് സല്യൂട്ട് നൽകുന്നുവെന്നും അറിയിച്ചു. രാജ്ഘട്ടിലെത്തി ഗാന്ധി സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് മോദി ചെങ്കോട്ടയിലെത്തിയത്. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്. ചെങ്കോട്ടയിലും പരിസരത്തുമായി 11,000-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെയും 3,000 ട്രാഫിക് പോലീസിനെയും നിയോഗിച്ചിരുന്നു. നഗരത്തിലുടനീളം നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചു. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, വിമാനത്താവളം, മെട്രോ സ്റ്റേഷനുകൾ തുടങ്ങിയിടങ്ങളിൽ പരിശോധന ശക്തമാക്കിയിരുന്നു. ക്വാലാലംപൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന എയറേഷ്യ വിമാനം ചെന്നൈ വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. ഇന്നലെ രാത്രി 11:25-നായിരുന്നു സംഭവം. വിമാനത്തിൽ സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു അടിയന്തര ലാൻഡിംഗ്. ചെന്നൈ എയർ ട്രാഫിക് കൺട്രോളിനെ വിവരം അറിയിച്ചതിന് പിന്നാലെ വിമാനം ഉടൻ ലാൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. അഗ്നിരക്ഷാസേനയും ആംബുലൻസുകളും ഉൾപ്പെടെ എല്ലാ അടിയന്തര സേവനങ്ങളും വിന്യസിച്ചതിനു ശേഷമാണ് ലാൻഡിംഗിന് നിർദ്ദേശം നൽകിയത്. 147 യാത്രക്കാരുമായി വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. നിലവിൽ വിമാനത്താവളത്തിന് അമീപ്പുള്ള ഹോട്ടലിലാണ് യാത്രക്കാർ. ഇന്ന് വൈകിട്ട് 5 മണിക്ക് വിമാനം കോഴിക്കോട്ടേക്ക് പുറപ്പെടും. തനിക്കെതിരായ വ്യാജരേഖകൾ ചമച്ചത് പോലീസിന് ഉള്ളിൽ നിന്നാണെന്നും ആരോപണങ്ങൾക്ക് പിന്നിൽ പോലീസിലെ തന്നെ ഗൂഢാലോചനയാണെന്നും ADGP MR അജിത് കുമാറിന്റെ മൊഴി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് അന്വേഷണ സംഘത്തിന് അജിത് കുമാർ നൽകിയ മൊഴിയിലാണ് പോലീസിലെ കൂട്ടാളികൾക്കെതിരായ വിമർശനം. മുൻ MLA PV അൻവറിന് വഴങ്ങാത്തതാണ് ആരോപണങ്ങൾക്ക് കാരണമെന്നും മൊഴിയിൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് PV അൻവറുമായി സംസാരിച്ചത്. സംശയങ്ങൾ ദൂരീകരിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടെന്നും ADGPയുടെ മൊഴിയിലുണ്ട്. വീട് നിർമ്മിക്കുന്നത് ഭാര്യാപിതാവിന്റെ ഭൂമിയിലാണെന്നും ഫ്ളാറ്റ് മറിച്ചുവിറ്റ് ലാഭം നേടിയിട്ടില്ലെന്നും മൊഴിയിൽ പറയുന്നു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP കുമാറിന് ക്ലീൻ ചിറ്റ് നൽകി സമർപ്പിച്ച റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി തള്ളിയിരുന്നു. വിജിലൻസ് കൃത്യമായ പരിശോധന നടത്തിയിട്ടില്ല, തെളിവുകൾ കണക്കിലെടുക്കാതെയുള്ള റിപ്പോർട്ട് അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത്. അജിത് കുമാർ 1 രൂപ പോലും അനധികൃതമായി സമ്പാദിച്ചതിന് തെളിവില്ല കാട്ടിയാണ് വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസ് ഡയറിയും അന്വേഷണ റിപ്പോർട്ടിന്റെ അസൽ പകർപ്പും അന്വേഷണം സംബന്ധിച്ച സർക്കാർ ഉത്തരവിന്റെ പകർപ്പും സാക്ഷിമൊഴികളും പരിശോധിച്ചതിനു ശേഷമായിരുന്നു കോടതി നടപടി. വിജിലൻസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് DVSP ഷീബു പാപ്പച്ചൻ നേതൃത്വം നൽകിയ വിജിലൻസ് പ്രത്യേക യൂണിറ്റാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത്. മതിയായ രേഖകളും തെളിവും വിജിലൻസ് പരിശോധിച്ചില്ല. മേലുദ്യോഗസ്ഥനെ സംരക്ഷിക്കുക എന്ന മട്ടിൽ അന്വേഷണം പൂർത്തിയാക്കുകയാണ് വിജിലൻസ് ചെയ്തതെന്നും കോടതി ഉത്തരവിലുണ്ട്. മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധിച്ച താൽക്കാലിക ജീവനക്കാർക്കെതിരെ പോലീസ് കേസ്. 2 മാസമായി ശമ്പളം ലഭിക്കാത്തതിനാലാണ് ജീവനക്കാർ പ്രതിഷേധിച്ചത്. സംഘം ചേർന്ന് ബഹളം വെച്ചെന്നും സംഘർഷ സാധ്യതയുണ്ടാക്കിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്.
മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ അനിൽരാജിന്റെ പരാതിയിലാണ് കണ്ടാലറിയാവുന്ന കരാർ ജീവനക്കാർക്ക് മഞ്ചേരി പോലീസ് കേസെടുത്തത്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ ചൊവ്വാഴ്ച മന്ത്രി എത്തിയപ്പോഴായിരുന്നു ജീവനക്കാർ മന്ത്രിയോട് നേരിട്ട് ശമ്പളം ചോദിച്ചെത്തിയത്. HDCക്ക് കീഴിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർ, നഴ്സിംഗ് അസിസ്റ്റന്റുമാർ, എക്സ്റേ ടെക്നീഷ്യന്മാർ, ശുചീകരണ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരാണ് മന്ത്രിയോട് 2 മാസമായി ശമ്പളം ലഭിക്കുന്നില്ലെന്ന പരാതി പറഞ്ഞത്. വേഗത്തിൽ പോകാനൊരുങ്ങിയതോടെ മന്ത്രിയെ കാണണമെന്ന ആവശ്യവുമായി ജീവനക്കാർ ബഹളം വെച്ചിരുന്നു. ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ നിന്നും വിട്ടുനിന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും. കഴിഞ്ഞ വർഷത്തെ ഇരിപ്പിട ക്രമീകരണത്തിലെ നിരസമാണ് രാഹുൽ പരിപാടിയിൽ നിന്നും വിട്ടുനിന്നതിന് പിന്നിലെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ. വോട്ടർ പട്ടിക ക്രമീകരണത്തിൽ സർക്കാരിനെതിരെ പോരാട്ടം കടുപ്പിച്ചിരിക്കെയാണ് നേതാക്കൾ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നത്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണം കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ നടത്തിയിട്ടില്ല. പ്രോട്ടോകോൾ അനുസരിച്ച് പ്രതിപക്ഷ നേതാവ് മുൻനിരയിലാണ് ഇരിക്കേണ്ടത്. എന്നാൽ കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധിക്ക് മുൻനിരയിൽ ഇരിപ്പിടം അനുവദിച്ചിരുന്നില്ല. പിന്നിൽ 2ാമത്തെ നിരയിലായിരുന്നു രാഹുലിന്റെ ഇരിപ്പിടം. ഒളിമ്പിക്സ് താരങ്ങൾക്കായി നടത്തിയ ഇരിപ്പിട ക്രമീകരണത്തെ തുടർന്നാണ് അത് സംഭവിച്ചതെന്നതായിരുന്നു പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിശദീകരണം. എന്നാൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, നിർമ്മല സീതാരാമൻ, ശിവരാജ് സിംഗ് ചൌഹാൻ, S ജയശങ്കർ തുടങ്ങിയവർ മുൻനിരയിലായിരുന്നു ഇരുന്നത്. രാഹുൽ ഗാന്ധി ചടങ്ങിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നതിനെതിരെ BJP രംഗത്തെത്തി. AICC ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മല്ലികാർജ്ജുൻ ഖർഗെ ദേശീയ പതാക ഉയർത്തി. ഇതൊരു നാശീയ ആഘോഷമായിരുന്നുവെന്നും പക്ഷേ പാകിസ്ഥാനെ സ്നേഹിക്കുന്ന രാഹുൽ പങ്കെടുക്കാത്തത് ദുഃഖമാണെന്നും BJP വക്താവ് ഷെഹ്സാദ് പൂനവല വിമർശിച്ചു. സ്വാതന്ത്ര്യ സമരത്തിന്റെ വിലയേറിയ പൈതൃകത്തിന്റെ അഭിമാനവും ആദരവും സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണെന്ന് രാഹുൽ എക്സിൽ കുറിച്ചു. നമ്മുടെ ജനാധിപത്യം വിലമതിക്കുന്ന സ്വാതന്ത്ര്യം, ന്യായം, സമത്വം, സാഹോദര്യം എന്നിവയുടെ മൂല്യങ്ങൾക്കായി സ്വയം സമർപ്പിക്കാനുള്ളൊരു മഹത്തായ അവസരമാണ് സ്വാതന്ത്ര്യദിനമെന്നും മല്ലികാർജ്ജുൻ ഖർഗെ എക്സിൽ കുറിച്ചു. 79ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് സേനാംഗങ്ങളുടെ അഭിവാദം സ്വീകരിച്ച മുഖ്യമന്ത്രി തുറന്ന വാഹനത്തിൽ പരേഡ് പരിശോധിച്ചു. സ്വാതന്ത്ര്യാനന്തരമുള്ള നേട്ടങ്ങളിൽ അഭിമാനിക്കുമ്പോഴും ഇന്ത്യൻ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെ മറ്റു തലങ്ങളെക്കുറിച്ച് വിസ്മരിക്കാൻ പാടില്ല. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവരുടെ സ്വപ്നങ്ങൾക്കൊത്താണോ രാജ്യം വളരുന്നതെന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ദാരിദ്ര്യം, പട്ടിണി മരണം, നിരക്ഷരത, ജാതി വിവേചനം, മതവിദ്വേഷം, തൊഴിലില്ലായ്മ എന്നിവ ഇല്ലാത്ത രാജ്യം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. അതൊക്കെ യാഥാർത്ഥ്യമാക്കിയെടുക്കാൻ പുനരർപ്പണം ചെയ്യുകയാണ് വേണ്ടത്. രാഷ്ട്രപിതാവിനെ മാതൃകയാക്കി മനുഷ്യസ്നേഹപരമായ സന്ദേശം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകണമെന്ന ഒരു ചെറിയ ഇടവേളയിലൊഴികെ ഇത്രനാളും രാജ്യം ജനാധിപത്യം നിലനിർത്തിയതെന്നതാണ് വലിയ നേട്ടം. മതവിദ്വേഷ ശക്തികൾ ഇന്ത്യ എന്ന വികാരത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നതിനെ ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കാൻ കഴിയേണ്ടതുണ്ട്. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ നടപ്പാകുന്നുവെന്ന് ഉറപ്പുവരുത്താൻ യത്നിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.